ഹലോ, എൻ്റെ പേര് സാഹിൽ. നമ്മളിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് ഷെയർ മാർക്കറ്റ് ഇല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് എന്താണെന്നുള്ളതിനെ കുറിച്ചാണ്. നമ്മൾ കുറേ പേര് കേട്ടിട്ടുണ്ടാവും ഷെയർ മാർക്കറ്റ് എന്താണ്, ഇല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് എന്താണ്, ഇല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഷെയർ മാർക്കറ്റിൽ കുറേ പൈസ ഉണ്ടാക്കുന്നുണ്ട് ആൾക്കാർ, ഇല്ലെങ്കിൽ കുറേ പൈസ പോകുന്നുണ്ട്, ഇത് ഉഡായിപ്പാണ്, ഇല്ലെങ്കിൽ ഇത് പൈസ കൊയ്യാൻ പറ്റിയൊരു സംഭവമാണെന്നുള്ളത്. അപ്പോൾ ഇത് ബേസിക്കായിട്ട് ഒന്നും അറിയാത്ത ഒരാൾക്ക്, ജസ്റ്റ് ഇത് കേട്ടിട്ടുള്ളോ എന്നുള്ള ആൾക്ക് ഇത് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്താണെന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റ് എന്താണെന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഇത് എത്ര ടൈപ്പ് ഓഫ് ഈ സംഭവങ്ങൾ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. കാരണം പലരും പലതും കേട്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് സംഭവം. ഷെയർ മാർക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഈ ഷെയർസ് ഇല്ലെങ്കിൽ കമ്പനികളുടെ ഓഹരിയാണ് എൻ്റെ എക്സാക്ട് ട്രാൻസ്ലേഷൻ. ഓഹരികൾ വിൽക്കാനും വാങ്ങിക്കാനും പറ്റുന്ന ഒരു സ്ഥലം, ആ സ്ഥലത്തിനെയാണ് പറയുന്നത് ഷെയർ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട്. മാർക്കറ്റ് വെച്ച് സാധാരണ നമ്മുടെ തൃശ്ശൂർ ഭാഷയിൽ പറഞ്ഞാൽ ചന്തമാതിരി സെറ്റപ്പ് തന്നെ. പച്ചക്കറി ഇങ്ങനെ ചന്തയിൽ പോയി വാങ്ങിക്കണ് വിൽക്കണം. അപ്പോൾ വാങ്ങിക്കാനുള്ള കൂട്ടരും വന്ന് നിൽക്കണു, വിൽക്കാനുള്ള കൂട്ടരും വന്ന് നിൽക്കണു. ആ ഒരു സ്ഥലത്തിനെയാണ് മാർക്കറ്റ് എന്ന് പറയുന്നത്, ഷെയർ മാർക്കറ്റ്. അപ്പോൾ ഇതിനെ പച്ചക്കറിക്ക് പകരം ഷെയർ ആകുമ്പോൾ ഷെയർ മാർക്കറ്റ്. ഇത്ര ഉള്ള സംഭവം. ഇതാണ് സംഭവം. ഇനി ഇത് എത്ര ടൈപ്പ് ഉണ്ട്? ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഷ്യയിൽ തന്നെ ഏറ്റവും പഴയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്, BSE എന്ന് പറയും. അത് ബോംബെയിൽ തന്നെയാണ്, ദലാൽ സ്ട്രീറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത്. അതുപോലെ തന്നെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് NSE എന്ന് പറയും. ഈ രണ്ട് സ്ഥലത്താണ് നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കമ്പനികൾ ലിസ്റ്റായിട്ട് അതിൻ്റെ ഓഹരികൾ വിൽക്കാനും വാങ്ങിക്കാനും നടന്നുകൊണ്ടിരിക്കുന്നത്. മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ആൾക്കാർ കറക്റ്റായിട്ട് രണ്ട് കൂട്ടരും വന്ന് അവിടെ വാങ്ങിക്കലും വിൽക്കലാണ് നടന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ ഗവൺമെൻറ് അത് ഒഴിവാക്കിയിട്ട് അത് ഓൺലൈനാണ്. കുറേ കൊല്ലമായിട്ട് അത് ഓൺലൈനായിട്ടാണ് നടക്കുന്നത്. അതാണ് ബേസിക് സംഭവം. ഇനി ഇത് കൂടാണ്ട്, ഷെയറുകൾ കൂടാണ്ട് കമ്മോഡിറ്റീസ്, അതായത് ഗോൾഡ്, സിൽവർ ഇല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ പോലത്തെ സംഭവങ്ങൾ, ഇതും വിൽക്കലും വാങ്ങിക്കലും നടക്കുന്നുണ്ട്. അതിൻ്റെ എക്സ്ചേഞ്ചിൻ്റെ പേരാണ് MCX, മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച്. അത് ഈ പറഞ്ഞ മാതിരി തന്നെ വാങ്ങിക്കലും വിൽക്കലും നടക്കുന്നുണ്ട്. അതിൻ്റെ എക്സ്ചേഞ്ചും ബോംബെയിൽ തന്നെയാണ്, അന്ധേരി എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഇനി ഇത് കൂടാണ്ട് NCDX എന്നൊരു എക്സ്ചേഞ്ചും കൂടി ഉണ്ട്. അത് അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോൺ അഗ്രി കമ്മോഡിറ്റീസ്, അതായത് അഗ്രികൾച്ചറൽ കമ്മോഡിറ്റീസ്, ഈ പറഞ്ഞ മാതിരി ജീര, പിന്നെ പരിപ്പ്, അങ്ങനത്തെ എല്ലാ ചന, ആ സാധനങ്ങളെല്ലാം ട്രേഡ് ചെയ്യാൻ നടക്കുന്നത് സംഭവങ്ങളാണ് NCDX എന്ന് പറഞ്ഞ എക്സ്ചേഞ്ചിൽ. ഇതൊക്കെയാണ് ബേസിക് ഒരു ഔട്ട് വ്യൂ. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ഈ പറഞ്ഞ എക്സ്ചേഞ്ചുകളിൽ എങ്ങനെ ട്രേഡിങ് നടക്കണു, എങ്ങനെ പൈസ ഉണ്ടാക്കണു, അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. താങ്ക് യു.